രുദ്രുവിൻ്റെ നല്ലൊരു പാട്ടിനെയാണ് കേട്ടോ ഞാനിവിടെ തലയാട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് എങ്ങോട്ടാ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പളനിക്കാണ് കേട്ടോ. അമ്പാടിക്കും രുക്കൂണിയും മുട്ട അടിക്കാൻ വഴിപാടുണ്ട്. അതുപോലെ നമ്മൾ വെക്കേഷനിൽ ട്രിപ്പ് പ്ലാൻ ചെയ്തതായിരുന്നു പളനി, പിന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കേട്ടോ. പക്ഷേ ഒരു മരണമൊക്കെ കാരണം നമുക്ക് അന്ന് പോകാൻ പറ്റിയില്ല. പിന്നെ സ്കൂൾ തുറന്നിട്ടാട്ടോ നമ്മൾ പോയത്. ഇത് ജൂൺ 6-നാണ് കേട്ടോ നമ്മൾ പോയത്. ഇപ്പോൾ ഒരു വർഷം ആവാൻ പോകണു സത്യം പറഞ്ഞാൽ. ഞാനിപ്പോഴാണ് കേട്ടോ ഇത് വീഡിയോ വോയിസൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫാമിലി എല്ലാവരും ഉണ്ട്. അച്ഛനമ്മ, ഞാൻ, സജേട്ടൻ, അച്ചു, പിന്നെ നമ്മളെ കുറച്ച് റിലേറ്റീവ്സാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിത് തമിഴ്നാട് എത്തിയിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളവിടെ കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ തുറന്ന സമയത്ത്. ഇങ്ങോട്ട് എത്തിയപ്പം പിന്നെ മഴയൊന്നുമില്ല കേട്ടോ. മഴ ഉണ്ടാവുമെന്നൊക്കെ പേടിച്ചിട്ട് നമ്മൾ പോകുന്നത്. പക്ഷേ ഇങ്ങോട്ട് മഴ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 9 മണി 9:30 ആകുമ്പോഴാണ് കേട്ടോ അവിടെ നിന്ന് പോകുന്നത്. നമ്മൾ അവിടെ എത്തുമ്പോൾ ഒരു ഉച്ച കഴിഞ്ഞൊരു 3:30 4 മണി 4:30 ആയിട്ടുണ്ട് എത്തുമ്പോൾ. പിന്നെ റൂമിൽ പോയി എല്ലാവരും സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഒരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ മുട്ട അടിക്കണത്. മോൻ്റെ മുട്ട അടിക്കുമ്പോൾ വലിയ ഒരു പ്രശ്നം ഉണ്ടായില്ല. എന്ന് വെച്ചാൽ അവന് അതിൻ്റെ ഒരു ഇത് അറിയില്ലല്ലോ. അവൻ വലിയ കുഴപ്പമില്ലാതെ അനങ്ങാതെ തന്നെ ഇരുന്നു. പക്ഷെ മോള് അവൻ്റെ മുടി ഇങ്ങനെ പോയി അത് ഇങ്ങനെ ആവുകയെന്ന് കണ്ടപ്പോൾ പിന്നെ അവൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര എന്താ പറയുക, ഒരു സങ്കടം തോന്നുകയാണ്. കാരണം ഇത് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടതായിരുന്നു. അതായത് മോൾക്കൊരു വയസ്സുള്ളപ്പോൾ തന്നെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇത്ര പ്രശ്നമില്ല. ഇതിപ്പോൾ അവൾ സ്കൂളിൽ ചേർന്നു, LKG ആയി, സ്കൂളിൽ പോയി ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവൾക്ക് മുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്രേസാണ്. അത് പോകുമ്പോൾ ഉണ്ടാവണുള്ളൊരു വിഷമം അവൾ തേങ്ങി കരയായിരുന്നു കേട്ടോ. ആദ്യം അവൾക്ക് പ്രശ്നം ഉണ്ടായില്ല. പിന്നെ അവൾക്കത് മനസ്സിലായപ്പോൾ അവൾ ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ എന്തെന്നാ പറയുക, ആ ഒരു ദിവസം മല കയറി ഇറങ്ങി വന്ന ആ സമയത്തും ഒക്കെ അവൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ഭയങ്കര വിഷമമായിരുന്നു കുട്ടിക്ക് മുടി പോയതിനുള്ളത്. ഇപ്പോഴും അവൾ ചോദിക്കും, അമ്മേൻ്റെ മുടി എത്ര ആവും, വലുതാവുമോ ആൾക്ക് ചോദിക്കും കേട്ടോ. ഓരോ ദിവസം മുടി വളരുമ്പോൾ ആൾക്ക് ഇങ്ങനെ നീളം വെക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിന്നെ ഒരുപാട് നമ്മൾക്ക് പറ്റാത്ത കാരണമാണ് കേട്ടോ. കാരണം രുദ്രുവിന് ഒരു വയസ്സായിട്ട് നമുക്ക് പോകാമെന്നുള്ള ധാരണയിൽ തന്നെയായിരുന്നു. പക്ഷേ അവൾക്ക് 6 മാസം കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ അമ്പാടിക്ക് വിശേഷമായി. അപ്പോൾ പിന്നെ പോകാൻ പറ്റില്ലല്ലോ. പിന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ പോകാമെന്ന് വിചാരിച്ച് പിന്നെ ഓരോ കാര്യങ്ങളുകൊണ്ട് ഇങ്ങനെ മാറ്റി വെച്ച് പിന്നെ എന്തായാലും പോവാം എന്നുള്ള ഒരു ഇതിൽ ഇപ്പോഴാണ് എത്തിയിട്ടാ. അച്ഛനമ്മയ്ക്ക് നിർബന്ധം എന്തായാലും ഇക്കൊല്ലം തന്നെ പോയി അവർ ചെയ്യാം, നിങ്ങൾക്ക് ഇനി പോകാൻ പറ്റില്ലെങ്കിൽ വേണ്ട, ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ പോരെ പറഞ്ഞു. അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പോയത്. പിന്നെ അമ്പാടി മുട്ടയൊക്കെ അടിച്ച് സുന്ദര കുട്ടപ്പനായി. പിന്നെ ഇവിടെ പറയണത് ദേവസ്വത്തിൻ്റെ ഫ്രീ ആയിട്ട് തലമുണ്ടനം ചെയ്യുന്ന സ്ഥലം എന്നാണ് ഇവിടെ പറയണത്. പക്ഷെ നമ്മൾ ദക്ഷിണയായിട്ട് നമ്മൾ ഇവിടെ 10 or 20 ഒന്നും കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ മുഖം സത്യം പറഞ്ഞാൽ തെളിയില്ല കേട്ടോ. 100 രൂപ തന്നെ അവർക്ക് വേണം. അവർ അത് ഇല്ലെങ്കിൽ അവരത് ചോദിച്ചു വാങ്ങും. ഇതുള്ളൂ എന്നുള്ള ഒരു ഇതിൽ നമ്മളതിനോട് നോക്കും. അപ്പോൾ നമ്മൾ 100 രൂപ ഒക്കെ കൊടുക്കണം. അപ്പോൾ അതിനും ഭേദം നമുക്ക് പുറത്ത് പോയി ചെയ്യാമല്ലോ. പക്ഷേ നമ്മളിവിടെയാണ് ചെയ്തത്. അവിടെ അങ്ങനെ എല്ലായിടത്തും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. രുദ്രുവിനെ സങ്കടം കരയാനിട്ട ആൾ ഇത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവരറിയാത്ത പ്രായത്തിൽ സത്യം പറഞ്ഞാൽ ചെയ്ത് ഇടണം. നമുക്കതിനുള്ളൊരു സാഹചര്യം ഇല്ലാത്ത കാരണം, കുറച്ച് ഇതുള്ള കാരണം നമ്മളപ്പോൾ ചെയ്തു എന്ന് മാത്രം. പിന്നെ കളമ്പൊക്കെ തേച്ചിട്ട് പിന്നെ മല കയറുണ്ടായി. എനിക്ക് കയറാൻ പറ്റുന്നുണ്ടായില്ല കേട്ടോ, ഞാൻ കയറിയില്ല. അപ്പം ഞാനിവിടെ എന്താ പറയുക, തലമുടങ്ങും ചെയ്യണതിൻ്റെ അവിടെ തന്നെ ഫ്രണ്ടിലിരുന്നു. ഇവർ എല്ലാവരും കൂടി മലയൊക്കെ കയറി ഭഗവാനെ തൊഴുതു. പുറത്ത് നിന്ന് തൊഴുതുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. ഉള്ളിലേക്ക് കയറിയില്ല, കുട്ടികളെ ഉള്ളിലേക്ക് കയറ്റിയില്ല എന്ന് പറഞ്ഞു.
പിന്നെ ഞാനുള്ള പോലെ ആവില്ലല്ലോ മാനേജ് ചെയ്യാൻ രണ്ടാളെയും. പിന്നെ അവൾ ഫുള്ള് കരച്ചിലായിരുന്നു എന്ന് പറഞ്ഞു. ഇതിപ്പോൾ പിറ്റേ ദിവസമാണ് കേട്ടോ. അന്ന് പിന്നെ ഇറങ്ങി, പിന്നെ റൂമിലൊക്കെ പോയി, പിന്നെ ഞങ്ങൾ കുറച്ച് പുറത്തൊക്കെ ഇറങ്ങി നടന്നു, പിന്നെ ഒക്കെ ശരിയായി കേട്ടോ. ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. നമ്മൾ പിറ്റേ ദിവസം ഒരു ഉച്ചയോട് കൂടിയിട്ട് നമ്മൾ ഇഷയിലെത്തി കേട്ടോ. നമ്മൾ വേറൊരു പ്ലാനും കൂടി ഉണ്ടായിരുന്നു, ഒരു വെള്ളച്ചാട്ടം കാണാൻ പോകാമെന്നുള്ളൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് നടന്നില്ല. അവിടെ എന്തോ വെള്ളച്ചാട്ടത്തിൽ വെള്ളമില്ല, അവിടെ ഭയങ്കര വരൾച്ചയായ കാരണം അവിടെ ക്ലോസ് ചെയ്തു, അങ്ങോട്ട് ആർക്കും അനുമതിയില്ല കടക്കാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഫ്രണ്ടിൽ കൂടെ കുറച്ച് വെള്ളം അങ്ങനെ ഒഴുകുന്നുണ്ട്, അതിൽ ഇപ്പോൾ കുറേ ആൾക്കാർ അതിൽ ഇരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, മെല്ലെ പുറത്തേക്ക് ഇങ്ങ് പോന്നു. പിന്നെ ഞങ്ങൾ നേരെ എത്തിയത് ദിശയിലാണ് കേട്ടോ. ഒരു 3:30-4 മണിയോട് കൂടിയിട്ടാണ് സത്യം പറഞ്ഞാൽ നമ്മളവിടെ എത്തിയത്. അവിടെ കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു രസമാണെന്നറിയോ. ഫുള്ള് മലകളും, ഇങ്ങനെ മലകളെ തൊട്ട് തൊട്ട് നിൽക്കുന്ന മേഘങ്ങളും, നല്ല കാറ്റാണ് കേട്ടോ. ആ കാറ്റിന് ഭയങ്കര ഒരു തണവ്, വല്ലാത്തൊരു ഫീലാണ് കേട്ടോ ശരിക്കും അവിടെ പോയി കഴിഞ്ഞാൽ. ഒരിക്കലെങ്കിലും നമ്മളവിടെ പോകണം എന്ന് എനിക്ക് തോന്നിയൊരു സ്ഥലമാണ് കേട്ടോ. പിന്നെ നമുക്ക് ആദ്യം നമ്മളവരെ കൊണ്ടുപോകുക ഒരു മെഡിറ്റേഷൻ സ്ഥലത്തേക്കാണ് കൊണ്ടുപോവുക. പക്ഷെ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി ഒരു 2 സെക്കൻഡ് ഇരിക്കുമ്പോഴത്തേനും രണ്ടാളും അലമ്പാവാൻ തുടങ്ങി. അപ്പം ഞാനും അമ്മയും കൂടി ഇങ്ങോട്ട് പുറത്തേക്ക് പോകുന്നു മക്കളെനായിട്ട്. ബാക്കിയുള്ളവരൊക്കെ അപ്പോൾ എനിക്ക് എന്താ അതിൻ്റെ ഉള്ളിൽ എന്നുള്ളത് അറിയാൻ പറ്റിയില്ല കേട്ടോ. നമുക്ക് അവിടുന്ന് രുദ്രാക്ഷം ചിരടയിൽ കോർത്തിട്ട് ഒരു മാലയൊക്കെ നമുക്ക് അവർ തരും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോവുക. പിന്നെ ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ, അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് എനിക്കറിയില്ല. കുറേ സ്ഥലമുണ്ട് നടന്ന് കാണാൻ, ഇഷ്ടം പോലെ. നമുക്കവിടെ 4 മണിക്ക് പോയാലും 3 മണിക്ക് പോയാലും കണ്ടു തീർക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ സ്ഥലം കാണുക, പിന്നെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കും. പിന്നെ വണ്ടിയുണ്ട്, വണ്ടിയുണ്ട്. ഞങ്ങളതിന് വെയിറ്റ് ചെയ്തില്ലേ സത്യം പറഞ്ഞാൽ. നമുക്ക് നടന്ന് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നടന്ന് കുറേ നേരം കണ്ടു. പിന്നെ നമ്മൾ പോവാത്ത കുറേ സ്ഥലങ്ങളുണ്ട് എന്നാണ് എപ്പോഴും പറയുന്നത് കേട്ടോ. കാരണം ഒരു അമ്പലം, ഒരു കുളമൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ മിക്സ് ചെയ്തു സത്യം പറഞ്ഞാൽ. ഞങ്ങൾ ആ വഴിയൊന്നും പോയില്ല. എന്ത് രസമല്ലേ കാണാൻ. ഇത് അകലെന്ന് കാണാനുള്ള ആ ഒരു ഭംഗി, അത് അടിപൊളിയാണ് കേട്ടോ. അടുത്തേക്ക് വരുമ്പോൾ വലിയ ഒരു ഇതില്ല, പക്ഷെ അത് കുറച്ച് അകലെന്ന് ഇങ്ങനെ വിട്ട് നിന്നിട്ട് ഇങ്ങനെ കാണുമ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ രാത്രിത്തെ ലൈറ്റ് ഷോ, ഇതാണ് അടിപൊളി. നേരൊക്കെ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ, കുറേയൊക്കെ വീഡിയോ എടുത്ത്. പിന്നെ ലൈറ്റ് ഷോയുടെയൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി കേട്ടോ. സത്യം പറഞ്ഞാൽ ഫോൺ മെമ്മറി ഇല്ലാണ്ട് കുറേയൊക്കെ പോയി കേട്ടോ. അപ്പോൾ ചെറിയ ഫോട്ടോസ് മാത്രമേ ഉള്ളൂ കേട്ടോ. കാണുകയാണെങ്കിൽ ഈ ലൈറ്റ് ഷോ കാണണം, അത് ഒരിക്കലും മിസ് ചെയ്യരുത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്